Good morning, children. Have you learned the activities of previous class? കഴിഞ്ഞ ക്ലാസ്സിലെ ആക്ടിവിറ്റീസ്, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ദ മൗണ്ടൻ ആൻഡ് ദ സ്ക്വിറൽ എന്ന പോയത്തിലെ ആക്ടിവിറ്റീസ് ആയിരുന്നു പഠിച്ചത്. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റീസ് എല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് പഠിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സ്റ്റോറി എന്ന്. വി ക്യാൻ ഗോ ടു ദ സ്റ്റോറി. Everyone is talented and has something to contribute to the society. എല്ലാവർക്കും എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാവും, അല്ലെ? ടാലൻസ് ഉണ്ടാവും, ഡിഫറെന്റ് ആയിട്ടുള്ള കഴിവുകൾ ഉണ്ടാവും. ഈ സമൂഹത്തിന് അവരവരുടേതായ സംഭാവന നൽകാൻ വേണ്ടി എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടാവും. എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടാകും. Man is always the company of animals, birds and insects. അല്ലെ, മനുഷ്യൻ എപ്പോഴും മറ്റു ജീവജാലങ്ങളുമായിട്ട് എപ്പോഴും കൂട്ടായ്മയിലൂടെയാണ് ജീവിക്കുന്നത്, ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. ആനിമൽസ് ആയാലും ബേർഡ്സ് ആയാലും ഇൻസെക്ട്സ് ആയാലും, അല്ലെ, ഇവരുമായിട്ടൊക്കെ മനുഷ്യൻ, ഇൻസെക്ട്സ് വെച്ചാൽ ചെറിയ ചെറിയ പ്രാണികൾ, അല്ലെ, അപ്പം ഇവരുമായിട്ടെല്ലാം നമ്മൾ ഒരു കൂട്ടായ്മയുടെ ഒരു കമ്പനി ആയിട്ടാണ്, അല്ലെ, ഒരുമിച്ചാണ് ഒരു ഡിപ്പെൻഡ് ചെയ്താണ്, ആശ്രയിച്ചാണ് മനുഷ്യൻ ജീവിക്കുന്നത് മറ്റു ജീവജാലങ്ങളെ. ആൻഡ് ഓഫൻ ഷെയർസ് ഹിസ് തോട്ട്സ്. അല്ലെ, ഇനി മാത്രമാണോ, മനുഷ്യൻ അവന്റെ തോട്ട്സുകളൊക്കെ ഇവരുമായിട്ട് ഷെയർ ചെയ്യുന്നു. കൺസേൺസ് ആൻഡ് ഡൗട്ട്സ് ആൻഡ് ഫ്രസ്ട്രേഷൻസ്, അല്ലെ, വിഘ്നങ്ങളും തടസ്സങ്ങളും. ഫ്രസ്ട്രേഷൻ എന്ന് വെച്ചാൽ തടസ്സങ്ങള്, ബുദ്ധിമുട്ടുകള്, ഡൗട്ട്സുകൾ, സംശയങ്ങളൊക്കെ മറ്റുള്ള ജീവജാലങ്ങളുമായിട്ടൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് അങ്ങനെ ഒരു കമ്പനി ആയിട്ട് ഒരു കൂട്ടായ്മയിലൂടെയാണ് ജീവിക്കുന്നത്. Isn't it? Let's read and enjoy a short story by വൈക്കം മുഹമ്മദ് ബഷീർ. അറിയാമല്ലോ എല്ലാവർക്കും, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന പ്രശസ്തനായ നോവലിസ്റ്റ്, സ്റ്റോറി റൈറ്റർ. അദ്ദേഹത്തിന്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. വളരെ നല്ലൊരു സ്റ്റോറിയാണ്, നല്ലൊരു മെസ്സേജ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ വാട്ട്സ് ദ നെയിം ഓഫ് ദ സ്റ്റോറി? ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർത്ത്. ഭൂമിയുടെ അവകാശികൾ. ഇൻഹെറിറ്റേഴ്സ് മീൻസ് അവകാശികൾ, ഭൂമിയുടെ അവകാശികൾ. ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർത്ത്. അപ്പൊ നമുക്ക് നോക്കാം സ്റ്റോറി എന്താണെന്ന്. When I became the owner of a tiny little piece of this wide earth, I felt very happy. വിശാലമായ ഈ ഭൂമിയുടെ ഒരു ചെറിയ കഷ്ണം അല്ലെങ്കിൽ ചെറിയൊരു ഭാഗത്തിന്റെ ഉടമയായ ഞാൻ വളരെ ഹാപ്പിയാണ്. ഐ ഫെൽറ്റ് വെരി ഹാപ്പി. ഞാൻ അതിൽ സന്തുഷ്ടനാണ്. It was a 2-acre plot with coconut palms and old house where we could live. ഇനി ഈ വൈക്കം മുഹമ്മദ് ബഷീറിന് 2 ഏക്കർ പ്ലോട്ടാണ് ഉണ്ടായിരുന്ന സ്ഥലം. 2 ഏക്കറാണ്, 2 ഏക്കർ പ്ലോട്ട് ആയിരുന്നു. ഇനി അവിടെ നിറയെ എന്തായിരുന്നു? കോക്കനട്ട് പാംസ് ആയിരുന്നു, തെങ്ങായിരുന്നു, അല്ലെ, തെങ്ങായിരുന്നു അവിടെ നിറച്ച്. അത് മാത്രമാണോ? ആൻഡ് ആൻ ഓൾഡ് ഹൗസ് വേർ വി കുഡ് ലീവ്. ഞങ്ങൾ താമസിക്കുന്ന ഒരു പഴയ വീടും അതിലുണ്ട്, അല്ലെ, ഞങ്ങൾ താമസിക്കുന്ന ഒരു ഓൾഡ് ഹൗസും അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. Those were the days when the price of coconuts was going up. ആ ദിവസങ്ങളിൽ, ആ സമയത്ത് കോക്കനട്ട്സിന്റെ പ്രൈസ്, തേങ്ങയുടെ വില ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. I was in high spirits at the thoughts of the palms laden with coconuts. അതുകൊണ്ട് ഞാൻ വളരെ ഹൈ സ്പിരിറ്റിലായിരുന്നു, ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. കാരണം ഒരുപാട് തേങ്ങകൾ വിളഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ തെങ്ങിൻ കുലകളിൽ ഇങ്ങനെ തേങ്ങകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. പാംസ് ലേഡൻ മീൻസ് തൂങ്ങി നിൽക്കുക എന്നുള്ളതാണ്, അല്ലെ. അപ്പൊ തെങ്ങിൻ കുലകൾ ഇങ്ങനെ വിളഞ്ഞു പാകമായി നിൽക്കുന്നു. അപ്പം തേങ്ങയ്ക്ക് നല്ല പ്രൈസ്, വില കൂടിയിരിക്കുന്ന സമയമാണ്. അപ്പൊ അത് നല്ലൊരു വരുമാനമാണ്. അതിൽ ഞാനിങ്ങനെ സന്തുഷ്ടനായി ഇരിക്കുന്ന ഒരു സമയമായിരുന്നത്. But then came the trespassers. അപ്പോഴാണ് അവരുടെ വരവ്. ആരുടെ വരവ്? ട്രസ്പാസേഴ്സ് എന്ന് വെച്ചാൽ അനുവാദം കൂടാതെ കുറച്ചു പേർ എന്റെ വസ്തുവിലേക്ക് കയറി. ട്രസ്പാസേഴ്സ് എന്ന് വെച്ചാൽ അനുവാദം കൂടാതെ അതിക്രമിച്ച് കയറുന്നവരെയാണ് നമ്മൾ ട്രസ്പാസേഴ്സ് എന്ന് മീൻ ചെയ്യുന്നത്. ആരാണ് അവർ? They did not care about the fence we had put at the boundary. ഞങ്ങൾ ബൗണ്ടറിയിൽ, അല്ലാതെ ഞങ്ങളുടെ വസ്തുവിന്റെ അതിർത്തിയിൽ ഞങ്ങൾ വേലി കെട്ടിട്ടുണ്ട്, അതൊന്നും ഇവർ കെയർ ചെയ്യുന്നില്ല. ഈ ട്രസ്പാസേഴ്സ്, അതിക്രമിച്ച് കയറിയവർ, ഈ വേലിയൊന്നും അവർ കെയർ ചെയ്യുന്നില്ല. ഇതൊക്കെ ചാടിക്കിടന്നാണ് അവർ വരുന്നത്. Moreover, they did not seem to be at all afraid of my watchdog Shan. എന്തിന് കൂടുതൽ പറയണം, ഞങ്ങളുടെ വാച്ച് ഡോഗായ ഷാനിനെ പോലും അവർ ഭയക്കുന്നില്ല. ഇപ്പൊ ബഷീറിന് ഒരു വാച്ച് ഡോഗ് ഉണ്ട്, ഷാൻ എന്നാണ് എന്റെ പേര്. വാട്ട്സ് ദ നെയിം ഓഫ് ദി ഡോഗ്? ഷാൻ. അപ്പൊ ആ ഷാൻ എന്ന ഞങ്ങളുടെ വാച്ച് ഡോഗിനെ പോലും ആർക്ക് ഭയമില്ല? ഈ ട്രസ്പാസേഴ്സിന്, ഈ അതിക്രമിച്ച് കയറിയവർക്ക് ഭയമില്ല. They did not seem to care for anyone in the world. ഈ ലോകത്തിൽ ഒന്നിനെയും അവർ ഭയക്കുന്നില്ല. Not even the government. ഗവൺമെന്റിനെ പോലും, അല്ലെ, ഒന്നിനെ തന്നെ അവർ ഭയക്കുന്നില്ല. ഇനി ആരാണ് ഈ ട്രസ്പാസേഴ്സ്, അതിക്രമിച്ച് കയറിയവർ ആരാണ്? The first arrivals were the birds and butterflies. ആദ്യം വന്നവര് പക്ഷികളും ചിത്രശലഭങ്ങളുമായിരുന്നു. ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്. എ വൈഡ് വെറൈറ്റി ഓഫ് ബേർഡ്സ് ആൻഡ് സോ മെനി ബട്ടർഫ്ലൈസ്. വ്യത്യസ്ത തരത്തിലുള്ള പക്ഷികൾ, അങ്ങനെ പലതരം ബട്ടർഫ്ലൈസ്, ചിത്രശലഭങ്ങൾ. അപ്പം ഒരുപാട് ബട്ടർഫ്ലൈസും ഒരുപാട് പക്ഷികളുമാണ് ആദ്യം വന്ന ട്രസ്പാസേഴ്സ്. അവരെവിടെയാണ് ചേക്കേറിയത്? Perched on the buffs.
മരച്ചില്ലകളിൽ ചേക്കേറി. പെർച്ച്ഡ് മീൻസ് ചേക്കേറുക. ഞാൻ മീനിങ് പറയുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് പുസ്തകത്തിലോട്ട് തന്നെ നിങ്ങൾക്കൊന്ന് എഴുതിയിടാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകരിക്കും. മീനിങ് പ്രയാസമുള്ള വേർഡ്സിന് മീനിങ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിലോട്ടൊന്ന് എഴുതിയിടുക. പെർച്ച്ഡ് മീൻസ് ചേക്കേറുക. പെർച്ച്ഡ് ഓൺ ദ ബഫ്, മരച്ചില്ലകളിൽ അതിങ്ങനെ പക്ഷികൾ വന്ന് ചേക്കേറി. ദ ബർഡ് chirped ഓൺ ആൻഡ് ഓൺ, അതിന്റെ കരച്ചിൽ. ചെർഡ് മീൻസ് അതിന്റെ പക്ഷികളുടെ ചിലക്കൽ അല്ലെ, കരച്ചിൽ. അപ്പൊ അതിങ്ങനെ ചിലക്കുകയാണ്. പക്ഷികൾ ഇങ്ങനെ പലതരം പക്ഷികളല്ലേ, അപ്പൊ അതിങ്ങനെ കൂട്ടത്തോടെ കലവില ശബ്ദം ഉണ്ടാക്കി ചിലച്ചുകൊണ്ടിരിക്കുകയാണ് മരക്കൊമ്പുകളിൽ. ദ ബട്ടർഫ്ലൈസ് ഫ്ലട്ടഡ് അറൌണ്ട് ഇൻ ദ കോർട്ട്യാർഡ്. ബട്ടർഫ്ലൈസോ ചിത്രശലഭങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ വീടിന് മുറ്റത്ത് ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് ഇങ്ങനെ പറക്കുകയാണ്. ഫ്ലാഷിംഗ് ദെയർ കളേഴ്സ് ഇൻ ദ സൺലൈറ്റ്. അവരുടെ ചിറകുകളെ ആ കളേഴ്സ് ഉണ്ടല്ലോ, പലതരം നിറങ്ങളല്ലേ ചിത്രശലഭങ്ങള്. ആ നിറങ്ങൾ ഇങ്ങനെ സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്നുണ്ട്. ഫ്ലാഷിംഗ് ദെയർ കളേഴ്സ് ഇൻ ദ സൺലൈറ്റ്. ദെൻ കെയിം ദ ക്രോസ്. പിന്നീട് വന്നത് കാക്കകളായിരുന്നു. ദെൻ കെയിം ദ ക്രോസ്. പിന്നീട് കാക്കയാണ്. ആദ്യം വന്നത് ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് ആണ്. രണ്ടാമത് വന്നത് കാക്കകളാണ്, ക്രോസ് ആണ്. ദെയർ റോക്കസ് കോവിംഗ് വാസ് അൺബെയറബിൾ ദാൻ ദ റാക്കറ്റ് ഓഫ് ദ അതർ ബേർഡ്സ്. അവരുടെ ആ ഒച്ചയടച്ച ആ ഒരു കരച്ചിലുണ്ടല്ലോ കാക്കയുടെ, റോക്കസ് മീൻസ് ഒച്ചയടച്ച. കോവിംഗ് മീൻസ് കാക്കയുടെ കരച്ചിലാണ് കോവിംഗ് എന്ന് പറഞ്ഞത്. വാസ് അൺബെയറബിൾ, അത് അസഹ്യമാണ്, സഹിക്കാൻ പറ്റുന്നതല്ല. ദാൻ ദ റാക്കറ്റ് ഓഫ് അതർ ബേർഡ്സ്, മറ്റു പക്ഷികളുടെ ശബ്ദത്തെക്കാട്ടില് ഇത് വളരെ അസഹ്യമായിട്ട് എനിക്ക് തോന്നി. ദ റോക്കസ് കോവിംഗ് വാസ് അൺബെയറബിൾ ദാൻ ദ റാക്കറ്റ് മീൻസ് ബഹളം എന്നാണ്. റാക്കറ്റ് ഓഫ് അതർ ബേർഡ്സ്, മറ്റു പക്ഷികളുടെ ശബ്ദത്തെക്കാട്ടില് വളരെ അസഹ്യമായതാണ് കാക്കകളുടെ ശബ്ദം. ബട്ട് ദ വേർഡ്സ് ദാറ്റ് ദേ മിസ്ഡ് നോ ചാൻസ് ടു സ്വൂപ്പ് ഡൗൺ ഓൺ അവർ ഹെൻസ് ആൻഡ് ചിക്സ്. പക്ഷെ വളരെ മോശമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോഴികളും കോഴിക്കുഞ്ഞുങ്ങളുമുണ്ട്, അവയെ റാഞ്ചിക്കൊണ്ടു പോകാനുള്ള ചാൻസസ് ഇവർ മിസ്സാക്കുന്നുണ്ട് അല്ലെ. അപ്പം അവരെ റാഞ്ചിക്കൊണ്ടു പോകാൻ പരുന്തുകളൊക്കെ ഉണ്ടല്ലോ അല്ലെ, അപ്പൊ അതിന്റെ ചാൻസ് ഇവർ മിസ്സാക്കുന്നുണ്ട്. Next to arrive were the hawks birds that perched on our coconut palms. പിന്നീട് വന്നത് ഹോക്സ് ആണ്, പരുന്തുകളാണ്. അവരെവിടെയാണ് വന്നിരിക്കുന്നത്? that perched on our coconut palms. അവ ചേക്കേറിയിരിക്കുന്നത് ഞങ്ങളുടെ കോക്കനട്ട് പാംസിലാണ്, തെങ്ങിലാണ്. However, while they sat in the higher plains, their aims were just as low down in the dust. ഈ പരുന്തുകൾ വളരെ ഉയരത്തിലാണ് ഇരിക്കുന്നതെങ്കിലും അവരുടെ ലക്ഷ്യം, അവരുടെ എയിംസ് were just as low down in the dust. ഏറ്റവും താഴേക്കാണ്, ഏറ്റവും താഴെ ഒരു കുഞ്ഞു പൊടി ഉണ്ടെങ്കിൽ അതിലേക്കായിരിക്കും അവരുടെ ലക്ഷ്യം അല്ലെ. ഏറ്റവും അല്ലെ, പരുന്തുകൾ അങ്ങനെയല്ലേ, ഏറ്റവും ഉയരത്തിലിരിക്കും, താഴേക്ക് ഒരു കുഞ്ഞു കോഴി ഉണ്ടെങ്കിൽ അതിലേക്കായിരിക്കും അവരുടെ ലക്ഷ്യം. The hawks and crows had the same agenda. ഹോക്സിനും പരുന്തുകൾക്കും കാക്കകൾക്കും ഒരേ അജണ്ടയാണ്, അവർക്ക് ഒരേ ഉദ്ദേശ്യമാണ്. while they watched and waited. അവരിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും, നിരീക്ഷിച്ചുകൊണ്ടിരിക്കും, കാത്തിരിക്കും. വെയിറ്റഡ്, ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇരയെ പിടിക്കാനും കൊണ്ട്. കാക്കകൾ അങ്ങനെയല്ലേ, നമ്മൾ ആഹാരമൊക്കെ നമ്മൾ കൊണ്ടുവച്ച് നമ്മളടുത്തിരുന്ന് കഴിഞ്ഞാൽ അത് റാഞ്ചിക്കൊണ്ട് പോലെ കാക്ക എടുത്തും പോലെ. പക്ഷെ നമ്മളങ്ങോട്ട് മാറുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കണ്ടില്ലേ, വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ അങ്ങോട്ട് മാറുമ്പം അത് തട്ടിയെടുത്തുകൊണ്ട് പോകും കാക്കകൾ. അതുവരെ ഇങ്ങനെ നോക്കിയിരിക്കും. അതേ സെയിം ആണ് നമ്മുടെ പരുന്തുകളുടെ കാര്യമായാലും അല്ലെ. തള്ളക്കോഴി അങ്ങോട്ട് മാറുന്ന സമയത്ത് തക്കം നോക്കി ഈ പരുന്തുകൾ കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ട് പോകും. അതുകൊണ്ടാണ് ഇവിടെ ബഷീർ പറയുന്നത് ഹോക്സിനും പരുന്തിനും കാക്കകൾക്കും ഒരേ ഉദ്ദേശ്യം തന്നെയാണ് എന്ന് ആര് പറയുന്നത്? ബഷീർ പറയുന്നത്. ആൻഡ് ദെൻ നോർ വെയർ ദേ എലോൺ. ഇനി ഇവർ ഒറ്റയ്ക്കായിരുന്നില്ല, ഇനിയുമുണ്ട്, തീർന്നിട്ടില്ല. ഇനി ആരൊക്കെയാണ്? There were mongooses in the bamboo thicket. മുളങ്കാടുകളിൽ മംഗൂസസ്, കീരികളുണ്ട്. മംഗൂസസ് മീൻസ് കീരികൾ. എവിടെയാണ്? ബാംബു തിക്കറ്റില്, മുളങ്കാടുകളിൽ മംഗൂസസ്, കീരികളുണ്ട്. And there were foxes in the shrubs close by, ready to pounce on the hens. ഇനി കോഴികളുടെ മുകളിൽ ചാടി വീഴാനെ കൊണ്ട് കുറുക്കന്മാര് കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്നു. നോക്കൂ എന്തൊക്കെ ജീവജാലങ്ങളാണ് നമ്മുടെ ബഷീറിന്റെ 2 ഏക്കർ പ്ലോട്ടിലുള്ളത്. കുറുക്കന്മാരിങ്ങനെ ചാടി വീഴാൻ, കോഴികളുടെ മേൽ ചാടി, പൗൺസ് മീൻസ് ചാടി വീഴുക, ചാടി വീഴാനെ കൊണ്ട് ഇങ്ങനെ തക്കം പാർത്ത് എവിടെ ഇരിപ്പുണ്ട്? കുറ്റിക്കാട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു കുറുക്കന്മാർ. അപ്പൊ മംഗൂസസ് ഉണ്ട്, കുറുക്കന്മാരുണ്ട് അല്ലെ, ഫോക്സസ് ഉണ്ട്. Then there were rats. ഇതിന്റെ കുറവും കൂടെ ഉള്ളായിരുന്നു. റാറ്റ്സ്, എലികൾ, ധാരാളം എലികളുണ്ട് അവിടെ. റാറ്റ്സ് ഓഫ് കോഴ്സ് were found everywhere. എലികളുടെ കാര്യം തീർച്ചയാണ്, അവർ എല്ലായിടത്തും ഉണ്ട് അല്ലെ. എലികളുടെ കാര്യം പറയണ്ട, അത് എല്ലായിടത്തുമുള്ള. were found everywhere. Even as I wondered what right all these creatures had to be on my land. അപ്പൊ ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു, ഈ ജീവജാലങ്ങൾക്ക് എന്ത് അവകാശമാണ് എന്റെ വസ്തുവിൽ കയറാൻ എന്ന് ഞാൻ ആലോചിച്ചിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരു
ഭീകരൻ വന്നത്. ആരാണ്? There arrived a fierce creature, ഒരു പേടിപ്പിക്കുന്ന, നമ്മളെല്ലാം പേടിപ്പിക്കുന്ന ഒരു ഉഗ്രജീവി വന്നു. ആരാണ്? Without paws or wings, നഖങ്ങളോ ചിറകുകളോ ഒന്നുമില്ല അവന്. ആരാണ്? എ കോബ്ര, ഒരു മൂർഖൻ പാമ്പ് അല്ലെ. അപ്പം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു, എന്താണ് ഈ ജീവജാലങ്ങൾക്കെല്ലാം ഇങ്ങനെ എന്റെ വസ്തുവിൽ കയറാൻ എന്ത് അവകാശമാണ് എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മളെ പീഡിപ്പിച്ചുകൊണ്ട് ഒരാൾ വന്നത്. ഒരു മൂർഖൻ പാമ്പ് മുന്നിൽ വന്നിരിക്കുന്നു ബഷീറിന്റെ. ഇറ്റ് സ്റ്റുഡ് ബിഫോർ മീ, അതെന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഡിഗ്നിഫൈഡ്, മജസ്റ്റിക്, ഇറ്റ്സ് ഹുഡ് സ്പ്രെഡ് ഔട്ട്. ഡിഗ്നിഫൈഡ്, വളരെ അന്തസ്സോടെ. മജസ്റ്റിക്, രാജകീയ പ്രൗഢിയോടെ. ഇറ്റ്സ് ഹുഡ് സ്പ്രെഡ് ഔട്ട്, അതിന്റെ പത്തി ഉയർത്തി. ഹുഡ് എന്ന് വെച്ചാൽ പാമ്പിന്റെ പത്തി, അതിങ്ങനെ തലപൊക്കി പത്തി വിടർത്തി ഇങ്ങനെ നിൽക്കുകയാണ് എന്റെ മുന്നിൽ, വളരെ അന്തസ്സോടെ, രാജകീയ പ്രൗഢിയോടെ. ഇറ്റ് ഹിസ്റ്റ്, അതെന്റെ നേരെ ചീറ്റിക്കൊണ്ട് ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഇറ്റ് ഹിസ്റ്റ് ആസ് ഈഫ് asking me what business I had on this land. നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം ഈ വസ്തുവിൽ, ഈ പറമ്പിൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം എന്ന് അതിങ്ങനെ എൻ്റെ നേരെ ചീറ്റിയപ്പോൾ എനിക്ക് അങ്ങനെ ആണെന്ന് തോന്നിയത് അല്ലെ. പാമ്പ് ഇങ്ങനെ ചോദിക്കുന്നത് പോലെ എനിക്ക് തോന്നി, എന്താണ് നിങ്ങൾക്ക് ഇവിടെ കാര്യം എന്ന മട്ടിലാണ് അവന്റെ നിൽപ്പ്, കോബ്രയുടെ നിൽപ്പ്. Didn't it know that I was the new owner? നിങ്ങൾക്കറിയില്ലേ ഞാനാണ് ഈ വസ്തുവിന്റെ പുതിയ ഓണർ, പുതിയ ഉടമ, ഇവിടുത്തെ പുതിയ ഓണർ ഞാനാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിക്കുന്ന മട്ടിലാണ് ആരുടെ നിൽപ്പ്? കോബ്രയുടെ നിൽപ്പ്. ബഷീർ വിട്ടുകൊടുത്തോ? ഇല്ല. യു ഹാഡ് ബെറ്റർ ലീവ് മൈ 2 acre land at once. എത്രയും പെട്ടെന്ന് നീ എന്റെ 2 acre ലാൻഡിൽ നിന്ന് പുറത്തു പോകണം. ഐ സെഡ്, ഞാൻ പറഞ്ഞു, ബഷീർ പറഞ്ഞു. ബട്ട് ദെൻ വേർ കുഡ് ഇറ്റ് ഗോ? പക്ഷെ എങ്ങോട്ട് പോകാൻ കഴിയും അതിന്? എവിടേക്ക് പോകാൻ കഴിയും? എന്താണ് കാര്യം? Hadn't the whole earth been taken over by man bit by bit? നമ്മൾ മനുഷ്യർ ഈ ഭൂമിയെ മുഴുവൻ തുണ്ടുകളാക്കി, ചെറിയ കഷണങ്ങളാക്കി സ്വന്തമാണെന്നും പറഞ്ഞ് കൈയടക്കി വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഈ പാമ്പ് എങ്ങോട്ട് പോകും? എങ്ങോട്ട് പോകും ഇവറ്റകൾ? ഞാനിവിടെ നിന്ന് ഓടിച്ചു വിട്ടു കഴിഞ്ഞാൽ അടുത്ത പറമ്പിൽ ചെല്ലുമ്പോൾ അവൻ അവിടെ നിന്ന് ഓടിക്കും, പിന്നീട് അടുത്ത പറമ്പിൽ ചെല്ലുമ്പോൾ അവർ അവിടെ നിന്ന് ഓടിക്കും. അപ്പൊ അങ്ങനെ ഓടിച്ചാടി നടക്കാനേ പറ്റുള്ളൂ. എവിടെയെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ ഇവനോട് പോകാൻ പറയുന്നത് മര്യാദയാണോ? അല്ല അല്ലേ. മനുഷ്യൻ തുണ്ടുകളാക്കി ഭൂമികൾ കൈയടക്കി സ്വന്തമാണെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയല്ലേ. യെസ്. സോ ക്യാൻ യു സീ ദിസ് പിക്ചർ? ഇവിടെ കണ്ടോ ബഷീറിന്റെ വീട്? യു ക്യാൻ സീ ദ ഹൗസ് ഓഫ് ബഷീർ and the trees, lots of birds, animals you can see here, and Bashir is sitting on a chair, and we can see Bashir's wife, and this is a beautiful place അല്ലേ. ബഷീറിന്റെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള, ബഷീറിന്റെ ആ ഒരു പ്രകൃതി രമണീയമായ ആ ഒരു വീടും സ്ഥലവുമാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഓക്കെ, we can check what happened next. അങ്ങനെ ഇരിക്കുമ്പോൾ my wife said, എന്റെ ഭാര്യ പറഞ്ഞു, the jackfruit has ripened. ജാക്ക്ഫ്രൂട്ട് ഒക്കെ വിളഞ്ഞു നിൽക്കുകയാണ്, അവിടെ പഴുത്ത് നിൽക്കുകയാണ്. Squirrels and crows are feasting on it. അണ്ണാറക്കണ്ണന്മാരും കാക്കകളും ആണ് ഇപ്പോൾ അവിടുത്തെ വിരുന്നുകാർ. അവരതിന്റെ കാര്യം നോക്കിക്കോളും, അവർ നോക്കുന്നുണ്ട് നന്നായിട്ട്, അവരവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അല്ലെ. ജാക്ക് ഫ്രൂട്ടിന്റെ കാര്യം ആര് നോക്കിക്കോളും? സ്ക്വിറൽസ് ആൻഡ് ക്രോസ്. അവരാണ് അവിടുത്തെ ഫീസ്റ്റിംഗ്, അവരാണ് അവിടുത്തെ വിരുന്നുകാർ. വൈഫ് പറയുകയാണ്, ജാക്ക് ഫ്രൂട്ട് മുഴുവനും ആര് തിന്നുകയാണ്? ക്രോസും അതുപോലെ തന്നെ സ്ക്വിറൽസും കഴിക്കുകയാണ്. ദ ഗുവാവാസ് ആൻഡ് മാംഗോസ്, ഇനി പേരക്കയുടെയും മാങ്ങയുടെയും കാര്യം എടുത്താല് ബേർഡ്സ് ആൻഡ് ബാറ്റ്സ് ആർ ഈറ്റിംഗ് അപ്പ് എവരിതിങ് അല്ലെ. പക്ഷികളും വവ്വാലുകളും, ബാറ്റ്സ് വവ്വാലുകളും മുഴുവനും അത് കഴിക്കുകയാണ്. അപ്പം അതിന്റെ കാര്യത്തിൽ തീരുമാനമായി എന്ന് വൈഫ് ബഷീറിനോട് പറയുകയാണ്. അപ്പൊ ബഷീർ എന്ത് പറഞ്ഞു? ബട്ട് ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. പക്ഷെ അതാണ് അതിന്റെ സൗന്ദര്യം, അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ഐ റീപ്ലൈഡ് അല്ലെ. പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഇത് കഴിക്കുന്നത് കാണാൻ നമുക്കൊരു മനസ്സിനൊരു കുളിർമയല്ലേ, ഒരു ഭംഗിയല്ലേ എന്ന് ബഷീർ മറുപടി പറഞ്ഞു. ഗോഡ് ഹാസ് ക്രിയേറ്റഡ് വെറൈറ്റി ഓഫ് തിങ്സ് ഇൻ ദ യൂണിവേഴ്സ്. ദൈവം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള തിങ്സ് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണത്? ഫ്രൂട്ട്സ്, എഡിബിൾ ഫ്രൂട്ട്സ്, ഗ്രാസ്, ഗ്രെയിൻ, ഫ്ലവേഴ്സ്, വാട്ടർ, എയർ, വാംത് ആൻഡ് ലൈറ്റ്. ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങൾ, എഡിബിൾ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ മരച്ചീനി പോലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഗ്രാസ് പുല്ല്, ഗ്രെയിൻ ധാന്യം, ഫ്ലവേഴ്സ് അല്ലെ പൂക്കൾ, വാട്ടർ വെള്ളം, എയർ വായു, വാം ചൂട്, പ്രകാശം, അങ്ങനെ എല്ലാ സാധനങ്ങളും ദൈവം സൃഷ്ടിച്ച് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. Now while we are the owners of this land without a doubt, സംശയമില്ല, ഇപ്പോൾ നമ്മൾ തന്നെയാണ് ഈ ഭൂമിയുടെ അല്ലെങ്കിൽ ഈ ലാൻഡിന്റെ ഉടമ, നമ്മൾ തന്നെയാണ്. വിത്തൗട്ട് എ ഡൗട്ട്, ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷേ the birds, beasts, reptiles and insects too have right
to these things just as we have. പക്ഷെ നമ്മളെപ്പോലെ തന്നെ അവകാശം ആർക്കുണ്ട്? ബേർഡ്സിനും ബീസ്റ്റ്, അതുപോലെ ആനിമൽസ്, ബീസ്റ്റ് മീൻസ് ആനിമൽസ്, റെപ്റ്റൈൽസ് ഇഴജന്തുക്കൾക്കും ഇൻസെക്ട്സിനും എല്ലാ ജീവജാലങ്ങൾക്കും അവകാശമുണ്ട്, നമ്മളെപ്പോലെ തന്നെ. നമ്മൾക്ക് മാത്രമല്ല. അതാണ് ബഷീർ പറയുന്നത്. The birds, beasts, reptiles and insects do have right. അവർക്കും അവകാശമുണ്ട് to these things, ഈ സാധനങ്ങളിൽ, just as we have, നമ്മളെപ്പോലെ തന്നെ. God has made them for all creatures. ദൈവം എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് all creatures, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. for all creatures, എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ടാണ്. And we had better remember that occasionally. വല്ലപ്പോഴുമെങ്കിലും നമ്മളൊക്കെ അതൊന്ന് ഓർക്കുന്നത് നന്നാ, അല്ലെ? ഒക്കേഷണലി മീൻസ് വല്ലപ്പോഴുമെങ്കിലും. അപ്പം ദൈവം ഇതെല്ലാം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ടാണ്. വല്ലപ്പോഴുമെങ്കിലും നമ്മളതൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ വൈഫ് പറഞ്ഞു, ആർ യു സേയിങ് റാറ്റ്സ് ഹാവ് എ റൈറ്റ് ആസ് വെൽ? അപ്പൊ നിങ്ങൾ പറയുന്നത് എലികൾക്കും ഇതേപോലെ നമ്മളെ പോലെ അവകാശമുണ്ടെന്നാണോ ഈ ഭൂമിയിൽ? മൈ വൈഫ് ആസ്ക്ഡ്. എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, അതായത് ബഷീറിന്റെ ഭാര്യ ബഷീറിനോട് ചോദിച്ചു. ദേ ഡോണ്ട് സീം ടു തിങ്ക് വി ഹ്യൂമൻസ് ഹാവ് എനി. പക്ഷെ അവർ ചിന്തിക്കുന്നത്, അവരുടെ ചിന്ത നമ്മൾ മനുഷ്യർക്ക് യാതൊരു അവകാശവും ഇല്ലെന്നാണ്. ദേ ഗോ എബൌട്ട് ആസ് ദോ ദ എർത്ത് ബിലോങ്സ് ടു ദം. അവരുടെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ ഭൂമി മുഴുവൻ അവരുടേതാണ് എന്ന മട്ടിലാണ് അവരുടെ സഞ്ചാരം. ഷീ സെഡ്, വൈഫ് പറഞ്ഞു. സോ വി ഗോ അറൌണ്ട് കില്ലിംഗ് ദം. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ മുഴുവനും കൊല്ലാൻ പോവുകയാണ്. How sad that we kills rats to let our own life undisturbed. എന്ത് സങ്കടകരമായ കാര്യമാണ് ഈ പറയുന്നത്. നമ്മുടെ സ്വൈര്യ ജീവിതത്തിന് അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള, ശല്യമാകാത്ത ഈ പാവങ്ങളെ, ഈ റാറ്റ്സുകളെ കൊല്ലാൻ പോകുന്ന എന്ത് വിഷമകരമായ കാര്യമാണ് പറയുന്നത്. What we need is a new scientific way of living. A new way that helps us to live without killing any living creature. എന്തുകൊണ്ട് നമുക്കൊരു ശാസ്ത്രീയ രീതി ചെയ്തുകൂടാ? ശാസ്ത്രീയമായ രീതിയിൽ ഇവർക്ക് താമസിക്കുവാൻ വേണ്ട സൗകര്യം നമുക്ക് ഒരുക്കിക്കൂടാ? അതല്ലേ കൊല്ലുന്നതിലും ഏറ്റവും നല്ലത്. അപ്പൊ ഇവർക്ക് കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ, ഇവർക്കും ജീവിക്കണം ഈ ഭൂമിയിൽ. അപ്പൊ ഇവർക്ക് ജീവിക്കാൻ വേണ്ട ശാസ്ത്രീയമായ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു വഴി നമ്മൾ കണ്ടുപിടിച്ചു അവരെ സഹായിച്ചുകൂടാ എന്ന് ബഷീർ പറഞ്ഞു. എനിവേ ഐ ഹാഡ് നോ ടേസ്റ്റ് ഫോർ കില്ലിംഗ് റാറ്റ്സ് ഓർ എനിത്തിങ് എൽസ്. എന്തായാലും റാറ്റ്സിനെ നല്ല ഒന്നിനെയും കൊല്ലുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല എന്ന് ബഷീർ പറയുകയാണ്. വൈൽ ദാറ്റ് വി സോ ഹൗഎവർ ഐ ഹാഡ് ടു ഡു സംതിങ് അബൌട്ട് അവർ കോക്കനട്ട്. പക്ഷേ ഈ കോക്കനട്ടിനെ സംരക്ഷിക്കാൻ, ഈ തേങ്ങകൾ മുഴുവൻ, കരിക്ക് മുഴുവനും നശിക്കുകയാണ്, അല്ലെ? അപ്പൊ അതിനെ സംരക്ഷിക്കാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. വി നീഡഡ് ദം. അത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഈ തേങ്ങകൾ എന്ന് പറയുന്നത്, കോക്കനട്ട്സ്. ദേ ഫോംഡ് എ പാർട്ട് ഓഫ് അവർ ഡെയിലി ഫുഡ്. കാരണം ഈ കോക്കനട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ഫുഡിന്റെ ഒരു ഭാഗം തന്നെയാണ്, അല്ലെ? എല്ലാവരും എല്ലാ ദിവസവും തേങ്ങ എന്ന ഒരു സാധനം നമ്മുടെ ഡെയിലി ഫുഡിന്റെ കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് സൂക്ഷിക്കണം, സംരക്ഷിക്കണം. ബട്ട് വാട്ട് കുഡ് ഐ ഡു? പക്ഷെ ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ അതിനെ സംരക്ഷിക്കും? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഐ വണ്ടേഡ്. ഞാൻ ഇങ്ങനെ അതിശയിച്ച് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. വൈൽ ഐ വാസ് സ്റ്റിൽ വണ്ടറിങ് my wife decided to take things into her own hands on one day. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ച് അത്ഭുതപ്പെട്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ വൈഫ് ഒരു ദിവസം എല്ലാം അവൾ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു. എല്ലാ കാര്യങ്ങളും അവൾ തന്നെ സ്വയം ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ she went shopping for 2 hours and bought many things. അവൾ ഷോപ്പിങ്ങിന് പോയി, പുറത്ത് കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയി, കുറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നു. One was a large tin of rat poison. അതിലൊരു സാധനം എന്ന് പറയുന്നത് എലിവിഷമായിരുന്നു. ഒരു ടിന്ന് നിറയെ എലിവിഷം. എന്തിനായിരിക്കും? എന്നിട്ട് എന്ത് ചെയ്തു ആ എലിവിഷം? The poison was mixed with bananas. വൈഫ് എന്ത് ചെയ്തു? ആ പോയിസൺ ബനാനയിലും ഒക്കെ തേച്ച് പിടിപ്പിച്ച് മിക്സ് ചെയ്തു. റൈസിലും ബനാനാസിലും പിന്നെ ടപ്പിയോക്ക മരച്ചീനിയിൽ, അങ്ങനെ ആൻഡ് ലെഫ്റ്റ് എവരിവെയർ ഇൻ ദ കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിലെ എല്ലായിടത്തും കൊണ്ട് എലിവിഷം വിതറി. ഇൻ 4 days എന്ത് പറ്റി? ഇൻ 4 days 4 ദിവസം കൊണ്ട് 5 hens, 12 squirrels, 200 rats and a cat disappeared. 4 ദിവസം കൊണ്ട് 5 കോഴികൾ, 12 അണ്ണാന്മാര്, 200 rats 200 എലികൾ ആൻഡ് എ ക്യാറ്റ്, ഒരു ക്യാറ്റും ചത്തുപോയി. ഡിസപ്പിയർഡ് മീൻസ് അപ്രത്യക്ഷമാകുക എന്നാണ്. ദാറ്റ് മീൻസ് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവർ ചത്തുപോയി, അല്ലെ? 12 അണ്ണാറക്കണ്ണന്മാരും അതുപോലെ തന്നെ 200 എലികളും 5 കോഴികളും ഒരു പൂച്ചയും 4 ദിവസം കൊണ്ട് ഈ എലിവിഷം കഴിച്ച് ചത്തുപോയി. എന്താ വിഷമമായ കാര്യമല്ലേ അത്, അല്ലെ? ബട്ട് ദ ടെൻഡർ കോക്കനട്ട്സ് went on falling.
പക്ഷേ കരിക്കിൻ കുലകൾ താഴെ വീണുകൊണ്ടേയിരുന്നു. അത് നിന്നോ? ഇല്ല, അതിങ്ങനെ താഴെ വീണുകൊണ്ടേയിരുന്നു. എവരിവൺ നൗ അക്യൂസ്ഡ് ദ ഔൾസ്. ഇപ്പൊ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ഔൾസിനെയാണ്, മൂങ്ങകളെയാണ്. മൂങ്ങകളായിരിക്കും ഇത് കഴിക്കുന്നത്, ഈ ടെൻഡർ കോക്കനട്സ് നശിപ്പിക്കുന്നത്. അക്യൂസ്ഡ് മീൻസ് കുറ്റപ്പെടുത്തുക. ഇപ്പൊ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ഔൾസിനെയാണ്, മൂങ്ങകളെയാണ്. They peck at the tender coconuts. അവരിങ്ങനെ ടെൻഡർ കോക്കനട്സിൽ കൊത്താറുണ്ട്. A few months later, അങ്ങനെയാണെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം, however, the real culprits were found out. കുറച്ച് മാസങ്ങൾക്ക് ശേഷം യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിച്ചു. കൾപ്രിറ്റ്സ് മീൻസ് കുറ്റവാളി. ആരായിരുന്നു? ദ ബാറ്റ്സ്, വവ്വാലുകളായിരുന്നു. തേങ്ങകൾ, കോക്കനട്സ് മുഴുവൻ നശിപ്പിച്ചത് വവ്വാലുകളായിരുന്നു. അപ്പൊ കുറച്ച് മാസങ്ങൾക്ക് ശേഷം യഥാർത്ഥ പ്രതിയെ പിടിച്ചു, വവ്വാലുകളായിരുന്നു അത്. What happened next? After dusk, huge bats came in swarms and flew straight to the palms where the tender coconut hung. After dusk, സന്ധ്യ മയങ്ങിയതിനു ശേഷം, ഡസ്ക് മീൻസ് സന്ധ്യാസമയം എന്നാണ്, സന്ധ്യയ്ക്ക് ശേഷം, huge bats came in swarms, വളരെ കൂട്ടത്തോടെ, വലിയ കൂട്ടത്തോടെ ഈ ബാറ്റ്സുകള്, സ്വാംസ് മീൻസ് കൂട്ടത്തോടെ, ഈ വവ്വാലുകൾ കൂട്ടത്തോടെ പറന്നു വരും. പറന്നു വന്ന് എവിടെ ഇരിക്കും? ഫ്ലോ സ്ട്രെയിറ്റ് ടു ദ പാംസ്. അവർ നേരെ ഈ തെങ്ങിൻ കുലകളിലേക്കാണ് പോകുന്നത്. വേർ ദ ടെൻഡർ കോക്കനട്ട്സ് സാങ്. ടെൻഡർ കോക്കനട്ട്സ് നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്കാണ് ഇവർ പോയിരിക്കുന്നത്. ക്ലിങ്ങിങ് ടു ദ ഔട്ടർ കവറിംഗ്സ് ഓഫ് ദ കോക്കനട്ട്സ് ദേ ഗ്നാവ്ഡ് ഇൻടു ഫ്രം ദ സോഫ്റ്റസ്റ്റ് സൈഡ്സ് അറ്റ് ദ ടോപ്പ്. അപ്പൊ അവരിങ്ങനെ ആ കോക്കനട്ട്സിന്റെ പുറത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അങ്ങനെ അവിടെ തൂങ്ങിക്കിടന്നുകൊണ്ട് they gnawed, അവരിങ്ങനെ കാർന്ന് തിന്നാൻ തുടങ്ങും. into them from the softest sides at the top, അതായത് ഏറ്റവും കട്ടി കുറഞ്ഞ ഭാഗത്തു നിന്ന് മുകളിലേക്ക് ഇങ്ങനെ കാർന്ന് തിന്നാൻ തുടങ്ങും നമ്മുടെ വവ്വാലുകൾ. അങ്ങനെയാണ് ഇവരാണ് അത് നശിപ്പിക്കുന്നത്. when they had cut through the canal within, they sucked out the sweet nourishing water stored inside and flow away satisfied. അങ്ങനെ കാർന്ന് തിന്ന് അതിന്റെ ആ ഒരു കെനൽ മീൻസ് അതിന്റെ ആ തേങ്ങയുടെ കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ, ആ പുറംതോട്, അതിങ്ങനെ കാർന്ന് തിന്ന് അതിനുള്ളിൽ ചെല്ലുമ്പോൾ എന്തുകൊണ്ട് വളരെ സ്വീറ്റ് ആയിട്ടുള്ള നറിഷിംഗ് ആയിട്ടുള്ള വെള്ളമുണ്ട്, തേങ്ങാ വെള്ളം, കരിക്കിൻ വെള്ളമുണ്ട്. അതിങ്ങനെ വലിച്ചു കുടിക്കുക. സെക്ട് മീൻസ് വലിച്ചു കുടിക്കുക. അതിങ്ങനെ വലിച്ചു കുടിച്ചിട്ട് ആൻഡ് ഫ്ലോ അവേ സാറ്റിസ്ഫൈഡ്, സംതൃപ്തിയോടെ സന്തോഷത്തോടെ പറന്നു പോകും. അപ്പൊ ഇവന്മാരാണ്, ഈ ബാറ്റ്സുകളാണ് തേങ്ങ മുഴുവൻ, ഈ ടെൻഡർ കോക്കനട്ട്സ് മുഴുവൻ നശിപ്പിക്കുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോൾ വൈഫ് പറയുകയാണ്, ലെറ്റ്സ് ബൈ എ ഗൺ സെഡ് മൈ വൈഫ്. നമുക്കൊരു തോക്ക് വാങ്ങണം. ലെറ്റ്സ് ബൈ എ ഗൺ, വി ക്യാൻ ഷൂട്ട് ദ ബാറ്റ്സ്, ദ ഫോക്സസ് ആൻഡ് ദ പോൾക്യാറ്റ്സ് വിത്ത് ഇറ്റ്. നമുക്ക് ആ ഗണ്ണ് കൊണ്ട്, ആ തോക്ക് കൊണ്ട് ബാറ്റ്സിനെയും ഫോക്സസ് കുറുക്കന്മാരെയും ആൻഡ് ദ പോൾക്യാറ്റ്സ് വെരികിനെയും ഒക്കെ വെടിവെച്ച് കൊല്ലാം. പോൾക്യാറ്റ്സ് എന്ന് പറഞ്ഞാൽ വെരികുകളാണ്. പോൾക്യാറ്റ്സ് എന്താണ്? വെരികുകൾ. അപ്പം വെരികിനെയും അതുപോലെ തന്നെ ഈ വവ്വാലുകളെയും ഫോക്സസ് കുറുക്കന്മാരെയും ഒക്കെ ഷൂട്ട് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഗണ്ണ് വാങ്ങണം, തോക്ക് വാങ്ങണം എന്ന് വൈഫ് പറഞ്ഞു. അപ്പൊ നമ്മുടെ ബഷീർ എന്ന് പറഞ്ഞു, നോട്ട് മീ ഐ സെഡ്, എന്നെ കൊല്ലരുത്, എന്നെ നീ കൊല്ലരുത്. ഗൺസ് ഷുഡ് നെവർ ഹാവ് ബീൻ ഇൻവെന്റഡ്. ഈ തോക്കൊന്നും കണ്ടുപിടിക്കണ്ടായിരുന്നു ബഷീർ പറയുകയാണ്. അല്ലെ, പെട്ടുപോയി അല്ലെ, തോക്കൊന്നും കണ്ടുപിടിക്കണ്ടായിരുന്നു. വൈഫ് ഇപ്പോൾ തോക്ക് വാങ്ങണമെന്ന് പറയുകയാണ്, വെടിവെച്ച് കൊല്ലാൻ എല്ലാത്തിനെയും. അപ്പൊ പറയുകയാണ്, ഈ തോക്കൊന്നും കണ്ടുപിടിക്കണ്ടായിരുന്നു. ബട്ട് അലാസ്, നിർഭാഗ്യമെന്ന് പറയട്ടെ, എ ഫ്യൂ ഡേയ്സ് ലേറ്റർ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, മൈ വൈഫ്സ് കസിൻ ടേൺഡ് അപ്പ് വിത്ത് എ ഗ്രിം ലുക്കിംഗ് ഗൺ. നോക്കൂ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്റെ വൈഫിന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. പുള്ളി ഒരു വലിയ തോക്കുമായിട്ട്, ഒരു ഗ്രിം ലുക്കിംഗ്, ഒരു ഉഗ്രൻ തോക്കുമായിട്ട് എന്റെ വൈഫിന്റെ കസിൻ വന്നു. ഹി സെഡ്, അയാൾ പറഞ്ഞു, ആ കസിൻ പറയുകയാണ്, നിയർലി 3000 കോക്കനട്ട്സ് ആർ ഡിസ്ട്രോയിഡ് എവറി ഡേ. ദിവസവും 3000-ലധികം കോക്കനട്ട്സ് ഇവന്മാർ നശിപ്പിക്കുന്നുണ്ട്. അല്ലെ, നിയർലി 3000 കോക്കനട്ട്സ് ആർ ഡിസ്ട്രോയിഡ് എവറി ഡേ. എല്ലാ ദിവസവും 3000-ഓളം കോക്കനട്ട്സ് നശിപ്പിക്കുന്നുണ്ട്. ഡിസ്ട്രോയിഡ് മീൻസ് നശിപ്പിക്കുക. ദീസ് ബാറ്റ്സ് ആർ ദ പെസ്റ്റ്. ഈ വവ്വാലുകളാണ് കുറ്റക്കാർ. ദീസ് ബാറ്റ്സ് ആർ ദ പെസ്റ്റ്. ഈ ബാറ്റ്സുകളാണ്, വവ്വാലുകളാണ് ഉപദ്രവകാരികൾ. ആര് പറയുകയാണ്? കസിൻ പറയുകയാണ്. ബട്ട് ദർ ഈസ് നോ പോയിന്റ് ഇൻ ഷൂട്ടിംഗ് ബാറ്റ്സ് ഡൗൺ അറ്റ് ദിസ് സ്പോട്ട്. പക്ഷേ എനിക്ക് ഈ പോയിന്റിൽ നിന്നുകൊണ്ട്, ഇവിടെ നിന്നുകൊണ്ട് ബാറ്റ്സിനെ ഷൂട്ട് ചെയ്യുക, വെടിവെക്കുക പ്രയാസമാണെന്ന് കസിൻ പറയുന്നു. ഓൺ എ ലിറ്റിൽ ഐസ്ലെറ്റ് നിയർ ബൈ. പേടിക്കണ്ട, ഇവിടെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ ഐസ്ലെറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു തുരുത്തുണ്ട്. ഈ കുറച്ചടുത്തായിട്ട് ഒരു ഐസ്ലെറ്റ് ഉണ്ട്, ഒരു തുരുത്തുണ്ട്. സ്റ്റാൻഡ്സ് ആൻഡ് ഓൾഡ് ടെമ്പിൾ. അവിടെ ഒരു ക്ഷേത്രവുമുണ്ട്, ഒരു പഴയ ക്ഷേത്രമുണ്ട്. നെക്സ്റ്റ് ടു ഇറ്റ് ഗ്രോ എ പെയർ ഓഫ് ബനിയൻ ട്രീസ്. അതിന്റെ അടുത്തായിട്ട് നിറയെ ബനിയൻ ട്രീസ് ഉണ്ട്, ആൽമരങ്ങളുണ്ട്, ആൽവൃക്ഷങ്ങളുണ്ട്, ബനിയൻ ട്രീസ് ഉണ്ട്. അവിടെ എന്തുണ്ട്? യു ക്യാൻ സീ അറ്റ്ലീസ്റ്റ് 3000
bats hanging on the twigs of the banyan trees. ആ ബനിയൻ ട്രീസില് മുഴുവൻ നിറയെ വവ്വാലുകൾ അല്ലെ, ഏകദേശം 3000-ലധികം, കുറഞ്ഞത് 3000-ഓളം ബാറ്റ്സുകൾ ഈ ബനിയൻ ട്രീസിന്റെ ട്വിക്സിലെ ചില്ലുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. എല്ലാ ദിവസവും അവിടെ പോയി കഴിഞ്ഞാൽ ഈ 3000-ലധികം ബാറ്റ്സുകളെ അവിടെ കാണാൻ കഴിയും. ഐ ആം ഗോയിങ് ടു കിൽ ദം ഓൾ. ഇവറ്റകളെല്ലാം ഞാൻ കൊല്ലാൻ പോവുകയാണ്, ഞാൻ അവിടേക്ക് പോവുകയാണ്. അപ്പം വൈഫും കസിനും കൂടി അവിടേക്ക് അമ്പലത്തിന്റെ അടുത്തുള്ള ആ ബനിയൻ ട്രീസിലുള്ള ബാറ്റ്സിനെ എല്ലാം കൊല്ലാൻ കൊണ്ടുപോയി. ഐ പ്രേഡ് ഫെർവെന്റ്ലി. ഞാൻ വ്യഗ്രതയോടെ പ്രാർത്ഥിച്ചു. ബഷീർ, ഓ ബാറ്റ്സ് ബാറ്റ്സ് സേവ് യുവർ ലീവ്സ്. ബാറ്റ്സുകളെ, നിങ്ങൾ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചോളൂ, രക്ഷപ്പെട്ടോളൂ ഇവിടെ നിന്ന് എന്ന് ബഷീർ ഇങ്ങനെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഫെർവെന്റ്ലി മീൻസ് വ്യഗ്രതയോടെ പ്രാർത്ഥിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? ഇറ്റ് വാസ് അസ്റ്റോണിഷിംഗ്. വളരെ വിസ്മയിപ്പിക്കുന്ന ഒരു സംഭവം നടന്നു. ഇറ്റ് വാസ് എ മിറക്കിൾ. ഒരു മിറക്കിൾ ആയിരുന്നു അല്ലെ. എന്തായിരുന്നു? ബാറ്റ്സുകളെ കൊന്നോ? ദ ബാറ്റ്സ് വെർ സേവ്ഡ്. വവ്വാലുകൾ രക്ഷപ്പെട്ടു. വവ്വാലുകളെ കൊല്ലാൻ പറ്റിയില്ല അവർക്ക്. എന്തായിരുന്നു സംഭവിച്ചത്? മൈ വൈഫ് ആൻഡ് ഹെർ കസിൻ കെയിം ബാക്ക് ഇൻ അബൌട്ട് 2 hours ടൈം ലുക്കിംഗ് റിയലി സ്കേർഡ്. രണ്ടുപേരും വെടിവെക്കാൻ വലിയ തൂക്കുമൊക്കെ ആയിട്ട് വൈഫും കസിനും കൂടി പോയതാണ്. 2 മണിക്കൂർ കഴിഞ്ഞ് പോയ പോലെ തിരിച്ചു വന്നു. അപ്പൊ നോക്കുമ്പോൾ എങ്ങനെയാണ് അവർ തിരിച്ചു വന്നത്? പേടിച്ച് വിറച്ച്. സ്കേർഡ് മീൻസ് അല്ലെ, പേടിച്ച് നിലവിളിച്ച് ഭയന്ന് വിറച്ചാണ് അവർ വരുന്നത്. എന്താ സംഭവം? മൈ വൈഫ് സെഡ്. വൈഫ് പറഞ്ഞു, വി ജസ്റ്റ് മാനേജ്ഡ് ടു എസ്കേപ്പ് നാരോലി. അവിടെ നിന്ന് ജസ്റ്റ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി അല്ലെ. ഞങ്ങൾ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോരുകയായിരുന്നു, അവിടെ നിന്ന് ജസ്റ്റ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി, ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. എന്താ സംഭവിച്ചത്? there are some houses around the temple. ആ ക്ഷേത്രത്തിന് ചുറ്റും കുറേ വീടുകളുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റും കുറേ വീടുകളുണ്ട്. when we arrived at the place, 100 people with weapons surrounded us within minutes. ഞങ്ങൾ അവിടെ എത്തിയതും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ 100 കണക്കിന് ആളുകൾ മാരകായുധങ്ങളുമായി ഞങ്ങളെ അങ്ങ് വളഞ്ഞു. വെപ്പൺസ് മീൻസ് ആയുധങ്ങൾ അല്ലെ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും 100 കണക്കിന് ആളുകൾ, ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 100 കണക്കിന് ആളുകൾ മാരകായുധങ്ങളുമായി ഞങ്ങളെ വളഞ്ഞു. ദേ ലുക്ക്ഡ് മെനസിങ്. വളരെ കോപത്തോടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഞങ്ങളെ നോക്കിയത്. മെനസിങ് എന്ന് വെച്ചാൽ ഭീഷണിപ്പെടുത്തുക. വളരെ ഭീഷണിയോട് കൂടിയാണ് അവർ ഞങ്ങളെ നോക്കിയത്. ഇഫ് വി ഷൂട്ട് അറ്റ് ദ ബാറ്റ്സ് ദേ സെഡ് ദേ വുഡ് കിൽ us. അവർ എന്താണ് ഞങ്ങളോട് പറഞ്ഞത്? നിങ്ങൾ ഈ ബാറ്റ്സിനെ ഷൂട്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ കൊല്ലും അല്ലെ. ഈ ബാറ്റ്സിനെ വെടിവെച്ചാൽ ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടില്ല, ഞങ്ങൾ നിങ്ങളെ കൊല്ലും എന്ന് അവർ ഭീഷണിപ്പെടുത്തി. ഓക്കെ, എന്നിട്ടോ എന്തുണ്ടായി പിന്നെ? ഡു യു നോ വൈ? എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്? അവർ അങ്ങനെ ഭീഷണിപ്പെടുത്തിയത്, കൊല്ലുമെന്ന് പറഞ്ഞത്, ബാറ്റ്സുകളെ തൊട്ടാൽ കൊല്ലുമെന്ന് പറഞ്ഞത് കാരണം എന്താണ്? ദേ ബിലീവ് ദാറ്റ് ബാറ്റ്സ് ആർ ദ സോൾസ് ഓഫ് ദെയർ ആൻസിസ്റ്റേഴ്സ്. കാരണം അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ വവ്വാലുകൾ, ഈ ബാറ്റ്സ് ആർ ദ സോൾസ്, ആത്മാക്കളാണ്. ആരുടെ? ഓഫ് ദെയർ ആൻസിസ്റ്റേഴ്സ്, അവരുടെ പൂർവികരുടെ ആത്മാക്കളാണ്. പൂർവികർ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയവർ, അതായത് മൺമറഞ്ഞു പോയവർ, അവരുടെ മുതുമുത്തച്ഛന്മാർ, മൺമറഞ്ഞു പോയ അവരുടെ ആത്മാക്കളാണ് ഈ ബാറ്റ്സുകൾ, വവ്വാലുകൾ എന്നാണ് അവരുടെ വിശ്വാസം. ഐ ടുക്ക് ഡിസിഷൻ ദെൻ. ഞാൻ പിന്നെ ഒരു തീരുമാനമെടുത്തു. ബഷീർ, ഐ സെഡ് ഫാമിലി. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, ബാറ്റ്സ് ആർ നോ ആൻസിസ്റ്റേഴ്സ് ഓഫ് അവേഴ്സ്. ഈ വവ്വാലുകൾ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഒന്നുമല്ല, പൂർവികരൊന്നുമല്ല. ബട്ട് ദേ ആർ എമംഗ് ഗോഡ്സ് കൗണ്ട്ലെസ് ക്രിയേഷൻ. പക്ഷേ ഈ വവ്വാലുകൾ ദൈവത്തിന്റെ എണ്ണി തീർക്കാൻ പറ്റാത്ത സൃഷ്ടികളിൽ ഒന്ന് മാത്രമാണ് അല്ലെ. ദൈവത്തിന്റെ സൃഷ്ടികൾ എന്ന് പറയുന്നത് ഒരുപാടുണ്ട് അല്ലെ, എണ്ണി തീർക്കാൻ പറ്റില്ല. അത് കൗണ്ട്ലെസ് ആണ്, എണ്ണി തീർക്കാൻ പറ്റുന്നതല്ല. അപ്പൊ ദൈവത്തിന്റെ അനന്തമായ സൃഷ്ടികളിൽ ഒന്ന് മാത്രമാണ് ഈ വവ്വാലുകൾ എന്ന് ഞാൻ പറഞ്ഞു. ലെറ്റ് ദ കോക്കനട്ട്സ് ബി ഡിസ്ട്രോയിഡ്. കോക്കനട്ട്സ് അവർ നശിപ്പിച്ചോട്ടെ, അത് നശിപ്പിച്ചോട്ടെ. ഡിസ്ട്രോയിഡ് മീൻസ് നശിപ്പിക്കുക. ദാറ്റ് ഡസന്റ് മാറ്റർ, അത് പ്രശ്നമില്ല, അത് സാരമില്ല. ലെറ്റ് us ബി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഈസ് ലെഫ്റ്റ്. ബാക്കിയുള്ളത് കൊണ്ട് ഞങ്ങൾ സംതൃപ്തരാകും, ബാക്കിയുള്ളത് കൊണ്ട് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ആഫ്റ്റർ ദേ ഹാവ് ബീൻ ടേക്കൺ ദെയർ ഷെയർ. അവർ അവരുടെ പങ്കെടുത്തോട്ടെ, അവർക്ക് വേണ്ട അവരുടെ പങ്ക് അവരെ എടുത്തോട്ടെ. ബാക്കിയുള്ളത് കൊണ്ട്, വാട്ട് ഈസ് ലെഫ്റ്റ്, ബാക്കിയുള്ളത് കൊണ്ട് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, സംതൃപ്തരാണ്. They certainly have to right to this coconut. ഈ കോക്കനട്ട്സിൽ അവർക്കും അവകാശമുണ്ട് തീർച്ചയായിട്ടും അല്ലെ. They certainly have right to the coconuts. അവർക്കും ഈ കോക്കനട്ട്സിൽ അവകാശമുണ്ട്. All living beings are the rightful inheritors of the earth. എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ്, ശരിയായ അവകാശികളാണ് അല്ലെ. All living beings, എല്ലാ ജീവജാലങ്ങളും, ജീവനുള്ളവയെല്ലാം ഈ ഭൂമിയുടെ യഥാർത്ഥ
അവകാശികൾ തന്നെയാണ്. അതാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ വൈക്കം മുഹമ്മദ് ബഷീർ നമുക്ക് തരുന്ന മെസ്സേജും അതാണ്. ഓൾ ലിവിംഗ് ബീയിങ്സ് ആർ ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർത്ത്. എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്ന ഒരു നല്ല വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് നമുക്ക് തരുന്നത്. ശരിയല്ലേ? എല്ലാ ജീവജാലങ്ങളും, മനുഷ്യന് മാത്രമാണോ എല്ലാത്തിലും അവകാശം? ഈ സാധനങ്ങളിലെല്ലാം, ഈ വസ്തുവകകളിലെല്ലാം, അല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സുകളിലായാലും അല്ലെ മറ്റു പലവർഗങ്ങളിലായാലും എല്ലാ കാര്യത്തിലും മനുഷ്യന് മാത്രമാണ് അവകാശം? അല്ല, ജീവജാലങ്ങൾക്കെല്ലാം, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഇൻസെക്ട്സിനും എല്ലാ റെപ്റ്റൈൽസിനും എല്ലാത്തിനും നമ്മളെപ്പോലെ തന്നെ ഇതിന്മേലെല്ലാം അവകാശമുണ്ട് എന്നൊരു വളരെ നല്ലൊരു മെസ്സേജാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ വൈക്കം മുഹമ്മദ് ബഷീർ നമുക്ക് നൽകുന്നത്. ഓക്കെ, ഇനി നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. ഞാനൊന്ന് പറഞ്ഞു തരാം. വൈക്കം മുഹമ്മദ് ബഷീർ 1908 to 1994 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. വാസ് ദ മലയാളം ഫിക്ഷൻ റൈറ്റർ. ഒരു മലയാളം ഫിക്ഷൻ റൈറ്റർ ആണ്. ഫിക്ഷൻ മീൻസ് ചെറുകഥയും നോവലും കൂടെ ചേർന്ന ഒരു സാഹിത്യത്തിനാണ് ഫിക്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഒരു ഫിക്ഷൻ റൈറ്റർ ആയിരുന്നു അദ്ദേഹം. ഹി വാസ് എ ഹ്യൂമാനിസ്റ്റ്, ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു, ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, നോവലിസ്റ്റ് ആയിരുന്നു ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. നോക്കൂ, പല മേഖലകളിൽ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഒരാളാണ്. ഒരു നോവലിസ്റ്റ് ആണ് വൈക്കം മുഹമ്മദ് ബഷീർ. He was noted for his down-to-the-earth style of writing that made him equally popular among the literary critics as well as the common man. സാധാരണ മനുഷ്യന്റെ ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ സാധാരണ മനുഷ്യന്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് എഴുതുകയും അതുപോലെ തന്നെ ഭൂമിയുമായിട്ട്, മണ്ണുമായിട്ട്, അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ടൊക്കെ ഇണങ്ങി നിൽക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ, അദ്ദേഹത്തിന്റെ ആ ഒരു എഴുത്ത്, അല്ലെ, അദ്ദേഹത്തിന്റെ സ്റ്റോറീസ് അതുകൊണ്ടാണ് വളരെ ഫേമസ് ആയത്, പോപ്പുലർ ആയതും അതുകൊണ്ട് തന്നെയാണ്. സാധാരണക്കാരന്റെ ഭാഷയിലാണ് അദ്ദേഹം എഴുതുന്നത്. ദിസ് എക്സ്ട്രാക്ട് ഈസ് ടേക്കൺ ഫ്രം ദ ട്രാൻസ്ലേഷൻ ഓഫ് ദ സ്റ്റോറി ഭൂമിയുടെ അവകാശികൾ. ഈ ഒരു എക്സ്ട്രാക്ട്, അതായത് നമ്മൾ ഈ പഠിച്ച ഒരു സ്റ്റോറിയുടെ കുറച്ച് ഭാഗമാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അത് ഒരു വലിയ സ്റ്റോറിയിൽ നിന്ന് എടുത്തതാണ്. അതായത് ഭൂമിയുടെ അവകാശികൾ എന്ന ഒരു വലിയ സ്റ്റോറിയിൽ നിന്ന്, മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന വലിയൊരു സ്റ്റോറിയിൽ നിന്ന് എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത്, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. He was awarded the Padma-Shri in 1982. 1982 അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. He is fondly known as ബേപ്പൂർ സുൽത്താൻ. ബേപ്പൂർ സുൽത്താൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബേപ്പൂർ സുൽത്താൻ, അല്ലെ, വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പം അത് മറക്കരുത്, GK ഒക്കെ ചോദിക്കുന്നതാണ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് വൈക്കം മുഹമ്മദ് ബഷീർ? അപ്പൊ അദ്ദേഹത്തിന്റെ ഈ സ്റ്റോറിയിൽ ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഓക്കെ, അപ്പം ഈ സ്റ്റോറിയിൽ നിന്ന് ഇനി നിങ്ങൾക്കുള്ള ജോലി, അല്ലെ നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്റ്റോറി നന്നായിട്ട് വായിക്കുക, കുറഞ്ഞതൊരു 20 times വായിക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്യുന്നത് പോലെ ഇതിനകത്ത് ഡിഫിക്കൽട്ട് വേർഡ്സുകൾ അണ്ടർലൈൻ ചെയ്ത് കണ്ടെത്തി ആ വേർഡ്സുകൾ എടുത്ത് നിങ്ങളുടെ വേർഡ് ബുക്കിലോട്ട് എഴുതണം. അതോടൊപ്പം ഡിക്ഷണറി നോക്കി ആ വേർഡിന്റെ മീനിങ്ങും കൂടി കണ്ടെത്തി എഴുതണം. എന്നിട്ട് അത് നന്നായിട്ട് പഠിക്കണം. ഈ സ്റ്റോറി നന്നായിട്ട് വായിക്കുകയും വേണം. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ സ്റ്റോറിയിൽ നിന്നുള്ള ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ്, ഈ സ്റ്റോറിയിൽ ഒരുപാട് കണ്ടോ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും, എല്ലാ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും. അപ്പം അതുവരേക്കും ഈ സ്റ്റോറി നന്നായിട്ട് പഠിക്കുകയും വേർഡ് ബുക്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സുകൾ എഴുതി അതും കൂടി നന്നായിട്ട് പഠിച്ചു വെക്കുകയും ചെയ്യുക. സോ ആൻഡ് വൺ മോർ തിങ്, യു ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോക്കസ് ഫാമിലി ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സസ് കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ഡേഷനായിട്ട് ലഭിക്കുകയുള്ളൂ, നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ക്ലാസ് നന്നായിട്ട് മനസ്സിലായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, ദാറ്റ്സ് ഓൾ ടുഡേ. വി ക്യാൻ മീറ്റ് ദ നെക്സ്റ്റ് ക്ലാസ് അഗൈൻ. ടേക്ക് കെയർ. താങ്ക് യു. ബൈ.